അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കേരള തീരത്തടിഞ്ഞതോടെ കേന്ദ്ര സംഘം കേരളത്തിൽ വരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ്. കപ്പലിന്റെ വിദഗ്ധ സംഘവും കേരളത്തിലെത്തും. ഓയിലെത്തുമെന്ന ആശങ്ക താൽക്കാലികമായി ഒഴിഞ്ഞു. 13 കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ടെന്നും ഡോക്ടർ ശേഖർ കുര്യാക്കോസ് പറഞ്ഞു. വെള്ളത്തിന് മുകളിൽ പൊട്ടിത്തെറിക്കും തീ പടരാനും സാധ്യതയുണ്ട്. അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ട് എന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾ പറഞ്ഞത് വീണ്ടും ഊന്നി പറയും. ഇവ വരും, ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ന് വെളുപ്പാങ്കാലം മുതലല്ലേ നമ്മൾ കണ്ടു തുടങ്ങി. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഇനിയും വന്നുകൊണ്ടിരിക്കും. എത്ര നാൾ ഇത് തുടരേണ്ടി വരും, എന്താണ് ഇനി ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, ഇതൊക്കെ സമയം പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ സൂക്ഷ്മതയിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും നമ്മളും നിരീക്ഷിക്കുന്നുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തും ഐസൺ ജോസും ചേരുന്നുണ്ട്. ആദ്യം പ്രശാന്തിലേക്ക്. പ്രശാന്ത്, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ കേന്ദ്ര സംഘം ഈ വിഷയത്തിൽ എത്തുന്നുണ്ട്. കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ടെന്നുള്ള കാര്യം മാത്രമല്ല, ചില നിർദ്ദേശങ്ങളും കൂടി വിശദമായി നൽകുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? വീണ, കപ്പലിലുണ്ടായിരുന്നത് 643 കണ്ടെയ്നറുകളാണ്. ആ കണ്ടെയ്നറുകൾ ഇവയിൽ 73 കണ്ടെയ്നറിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 13 എണ്ണത്തിൽ ആണ് അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നത്. ഇവയിൽ ചിലതിൽ കാൽഷ്യം കാർബണേറ്റ് അടക്കം ഉണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. അതായത് വെള്ളം കലർന്നാൽ തീപിടിക്കുന്ന തരത്തിലുള്ള രാസവസ്തുക്കൾ അടക്കമുള്ളവ ഇതിൽ ഉണ്ട് എന്നടക്കമുള്ള വിവരങ്ങളും KSTMA പറയുന്നു. KSTMAയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എത്രയും ജാഗ്രത പാലിക്കാമോ അത്രയും ജാഗ്രത പാലിക്കണം എന്നും പറയുന്നതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ, മുങ്ങിത്താണ കണ്ടെയ്നറുകൾ വരും ദിവസങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ട്. അത് ആ പ്രോസസ്സിംഗ് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന് കൃത്യമായ ഒരു നിർവചനം നൽകുവാൻ സാധിക്കില്ല. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. KSTMAയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും കേന്ദ്ര സർക്കാരും എല്ലാം ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്നും വിദഗ്ധ സംഘം എത്തും. ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സംഘം കേന്ദ്രത്തിൽ നിന്നെത്തും. അതോടൊപ്പം തന്നെ മറ്റ് വിദഗ്ധ സംഘങ്ങളും ഈ തീ പടരുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രാസവസ്തുക്കൾ പടരുകയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യാൻ കഴിയുക എന്ന് അടക്കമുള്ളവ പഠിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായിട്ടുള്ള വിദഗ്ധ സംഘങ്ങളും വരും ദിവസങ്ങളിൽ കേരളത്തിലേക്ക് എത്തും എന്നും അറിയുന്നുണ്ട്. എന്തായാലും ഈ അതായത് പൊതുജനങ്ങൾ വളരെയേറെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം അദ്ദേഹം നൽകുന്നുണ്ട്. കാരണം ഇത് സമുദ്ര അതിർത്തി തീരത്തേക്ക്, നമ്മുടെ കേരളത്തിൻ്റെ തീരത്തേക്ക് എത്തുകയാണെങ്കിൽ അതിൽ കടുത്ത ജാഗ്രത വേണം. തൊടാനോ സ്പർശിക്കാനോ ഒന്നും പാടില്ല എന്ന് നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ മുന്നറിയിപ്പിന് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോഴും പറയുകയാണ്, കണ്ടെയ്നറുകളെ സ്പർശിക്കുവാനോ അടുത്തേക്ക് ചെല്ലുവാനോ ഒന്നും തയ്യാറാകരുത്. ഉടൻ തന്നെ വിവരങ്ങൾ ബന്ധപ്പെട്ട പോലീസ് മുതലായ അധികൃതർക്ക് കൈമാറണമെന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ എണ്ണ ലീക്കേജ് ഉണ്ടാകുമെന്ന തരത്തിലൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്കകൾ തൽക്കാലത്തേക്ക് മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ആശങ്കകൾ മാറിയെന്ന് പറയുമ്പോഴും ചില രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത ഒട്ടും കൈവിടരുത്. അതോടൊപ്പം തന്നെ ഇത് തീരദേശത്തേക്കോ തീരദേശ മേഖലകളിലേക്കൊക്കെ എത്തുമ്പോൾ അതിൽ ശ്രദ്ധ പാലിക്കണമെന്ന് അടക്കമുള്ള നിർദ്ദേശവും KSTMAയുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് പറയുന്നുണ്ട്.